ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ ഡ്രാഗൺ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ പ്ലാന്റ്സ്. ഇവിടുന്ന് അറ്റം വരെ ഉണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമാണെങ്കിൽ കൂടി പല ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഫ്രൂട്ട് എങ്ങനെ ഉണ്ടാവുമെന്നോ ചെടികൾ എങ്ങനെ വെക്കാമെന്ന് ഇതിനെക്കുറിച്ച് ഭയങ്കര ഡൗട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അവിടെ വരുന്നവർ തന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെയാണോ, അതെങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് കട്ട് ചെയ്യുക, കഴിക്കുക എന്നുള്ളതൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ പല ആൾക്കാരുണ്ടാവും, അവർക്ക് ഒന്ന് ക്ഷമിക്കുക. ബാക്കിയുള്ളവർ ഫുൾ വീഡിയോ കാണുക. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഇതിൻ്റെ എന്താ പറയുക, ഫ്ലവറിങ് മൂലക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചെടി വയ്ക്കുന്നത് ഞാൻ പിന്നെ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ബട്ട് ഇപ്പോൾ ഈ കായ്ക്കുന്നതുകൊണ്ട്, കായായുള്ള ഇതായതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വരും, നമുക്ക് പോവാം. ഇതിനകത്ത് ആദ്യം വരുന്നത് ഇതേമാതിരി മുട്ടാണ് വരിക. അതും നല്ല മൂത്തിട്ടുള്ള സ്റ്റെമ്മിൽ മുട്ടുകൾ വരുള്ളൂ. ഓക്കെ, മൂത്ത സ്റ്റെമ്മിൽ മാത്രമാണ് മുട്ടുകൾ വരിക. ഓക്കെ, അപ്പോൾ ഈ മുട്ടാണ് ഇതിനകത്ത് പലതും ചിലതൊക്കെ കൊഴിഞ്ഞു പോവും. പക്ഷേ മാക്സിമം നമ്മൾ എങ്ങനെ അതിനെ പരിപാലിക്കുന്നോ അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മുട്ട് അതിനെ ഹെൽത്തി ആവുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കായായിട്ട് വരും. മുട്ട് വിരിഞ്ഞ് പൂവായിട്ട് കായായിട്ട് വരും. ഓക്കെ, അത് നമ്മൾ നോക്കുന്ന, അതിനെ ശുശ്രൂഷിക്കുന്ന ഇത് പ്രകാരം ഉണ്ടാവും. പിന്നെ അടുത്ത ആ മുട്ട് വിരിഞ്ഞിട്ട് ഇതാണ്ടില്ലേ പൂവായിട്ട്, ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഡ്രാഗണിൻ്റെ ഫ്ലവേഴ്സ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, വെള്ള കളറിൽ, അതും വലിയ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും. ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് വിരിയുന്നത്. മുട്ട് വിരിഞ്ഞ് പൂവാവുന്നത് രാത്രി കാലങ്ങൾ. അപ്പോൾ കാലത്ത് എണിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. ചെടിയുടെ ചുറ്റും അങ്ങനെ ഫ്ലവേഴ്സ് വൈറ്റ് ആയിട്ട് നല്ല കാണാൻ ഭംഗിയാണ് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ വൈറ്റ് കളേഴ്സിൽ കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, ഭയങ്കര രസമാണ്. എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിന്ന് കാണാൻ. പിന്നെ ഇതിനകത്ത് ഈ പോളിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് പോളിനേഷൻ, സെൽഫ് പോളിനേഷനുണ്ട്, മാനുവൽ പോളിനേഷനുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് തേനീച്ച ഇത് സെൽഫായിട്ട് പോളിനേറ്റ് ചെയ്യും. നമ്മൾ പൂമ്പൊടിയൊന്നും എടുക്കണ്ട, അതന്നെ കണ്ടില്ലേ, അത് പോളിനേറ്റ് ചെയ്യും. മാനുവലായിട്ട് ചില കാറ്റഗറി, ചില ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. അതിപ്പോൾ ഞാൻ വെച്ചിട്ടില്ല അവിടെ. ഇത് തേനീച്ചകൾ കണ്ടില്ലേ, നിറയെ വന്നിട്ട് പരാഗണം ചെയ്യും, നല്ല ഫ്രൂട്ടായിട്ട് വരികയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് പോളിനേഷനും ചെയ്യാം, കുറച്ചും കൂടിയിട്ട് ഫ്രൂട്ട് വലുതാവുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അവിടെ നല്ല രീതിയിൽ വലുതാവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പൂ വിരിഞ്ഞിട്ട് ഇങ്ങനെ കായാവും. കണ്ടോ, കായ പച്ച കളറിൽ, ഇതാണ് അതിൻ്റെ പൂ വിരിഞ്ഞിട്ടുള്ളത്. അത് കൊഴിഞ്ഞു പോവും. ഇത് പൂ വിരിഞ്ഞത് ഞാൻ കാണിച്ചു തരാം, നല്ല രസമായിരിക്കും. ഓക്കെ, പിന്നെ ഈ കായ ഇങ്ങനെ വലുതാവും, പച്ച കളറിലിതാ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വലുതായി പിന്നെ അവസാനം ഇതേമാതിരി കളറിൽ വരും. ഇതിപ്പോൾ നമുക്ക് ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ വലിക്കാം. നല്ല പാകമായിട്ടുണ്ട്. പിന്നെ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ പഴുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഓക്കെ, പിന്നെ ആ പൂ വിരിഞ്ഞ് ഇതായ ശേഷം ഇങ്ങനെയാണ് പച്ചക്കായ ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് പച്ചക്കായായി ഇങ്ങനെ വലുതായി കുറച്ചും കൂടി വലുതായിട്ട് അടുത്ത സ്റ്റേജാണ് ഞാൻ കാണിച്ചത്. ഇതാ പച്ചക്കായ മാറി ആ പിങ്കിഷ് കളർ വരുന്ന കണ്ടില്ലേ, ഇതാണ്. പിന്നെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ആവും, പിന്നെ വീണ്ടും ഡാർക്കാവും, പിന്നെ ഇതാണ്ടോ ഇത്രയും ഡാർക്കായി. ഇനിയും കുറച്ചും കൂടിയിട്ട് ഡാർക്ക് ആവാനുണ്ട്. ഒരു 2 ദിവസം മാക്സിമം കഴിഞ്ഞാൽ ഇത് ഫുള്ളി പഴുത്തു. ഇതിൽ നമ്മൾ ചെയ്യുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൈവമായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ചാണകപ്പൊടിയും കൊടുക്കാറുണ്ട്, പിന്നെ സ്ലറി ആയിട്ട് ഒഴിക്കാറുണ്ട്. ചാണകപ്പൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം ചേർത്തിട്ടുള്ള സ്ലറിയാണ് ഒഴിക്കാറ് അധികവും.
പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി മാത്രമായിട്ട് കൊടുക്കും. പിന്നെ കോഴിക്കാഷ്ടം, ഇപ്പം മഴക്കാലത്ത് കോഴിക്കാഷ്ടത്തിൻ്റെ വളം കൊടുത്താൽ നല്ലതാണ്. കാരണം ഇതിന് ഏറ്റവും ബെസ്റ്റ് കോഴിക്കാഷ്ടം വേണം. ഓക്കെ, അതും ചെയ്യാറുണ്ട്. മാറി മാറി ചെയ്യും, ഒരേ വളം മാത്രമല്ല. പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂത്ത് ഇനിയിപ്പോൾ ഒക്ടോബർ വരെ ഈ പൂവും കായായിട്ട് ഇങ്ങനെ പോവും. നിറയെ ഒക്ടോബർ വരെ ഉണ്ടാവും കായ. അത് കഴിഞ്ഞാൽ ഈ കായ്ച്ചിട്ടുള്ള തണ്ടുകളുണ്ടല്ലോ, ഈ തണ്ടുകളെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് തൈകളാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതാണ്ടില്ലേ തൈകളായിരിക്കുന്നത്, കഴിഞ്ഞ വർഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം വിൽപ്പനയ്ക്കാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, എല്ലാം നല്ല ചുവപ്പ് കളറിലുള്ള കായയാണ് ഇവിടെയുള്ളത്. റെഡാണ്. ഓക്കെ, വൈറ്റൊന്നുമില്ല, കംപ്ലീറ്റ് റെഡാണ്. 4 തരം ഉണ്ട്. മലേഷ്യൻ റെഡ്, മെക്സിക്കൻ റെഡ്, മലേഷ്യൻ പിങ്ക്, ദെൻ അമേരിക്കൻ ബ്യൂട്ടി. അങ്ങനെ പറഞ്ഞ 4 ഇനം. ഞാനിത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൈകളായിരുന്നു, ബ്രഹ്മാസിൽ നിന്ന്, സജീവിൻ്റെ അടുത്ത് നിന്ന്. ഓക്കെ, അത് ഞാൻ വലിയ തൈകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ 3 വർഷമായി കായ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും തൈകൾ വാങ്ങിച്ച് നടുക. ഡ്രമ്മിൽ വയ്ക്കാം, ബക്കറ്റിൽ വയ്ക്കാം. പിന്നെ എന്താ പറയുക, സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിമെൻറ്റ് പോസ്റ്റ് വാർത്തിട്ട് അതിലും വയ്ക്കാം. ഓക്കെ, നിലത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും സ്ഥലങ്ങളുള്ള രീതിക്ക് സൗകര്യം അനുസരിച്ചിട്ട് തൈകൾ വാങ്ങിച്ച് വയ്ക്കുക. നല്ല ഫ്രൂട്ടാണ്, നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. നല്ല കഴിക്കാൻ നല്ല എന്താ പറയുക, പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തൈകൾ വാങ്ങിച്ച് വയ്ക്കൂ, വളർത്തൂ. ഓക്കെ, ഹാപ്പി ഗാർഡനിങ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ പരിചരണം ഞാൻ നേരത്തെ പറഞ്ഞ വളപ്രയോഗമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം വിട്ടുപോയത്, നമുക്ക് ഈ ഡ്രാഗൺ ചെടികൾക്ക് വരുന്നൊരു ചെറിയൊരു രോഗമുണ്ട്, ഫംഗിസൈഡ്. ഒരു ലേശം യെല്ലോ കളർ വരും, പിന്നെ കുത്തായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഫംഗിസൈഡ്, സാഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഫംഗിസൈഡ് വാങ്ങിച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം, അത് മാറിക്കിട്ടും. അല്ല, അത് കുറച്ച് തണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ബെറ്റർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ തണ്ടിനെ മുറിച്ച് കളയണമെന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ള തണ്ടിലേക്ക് അത് പടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ അറിയാൻ പറ്റും മഞ്ഞ കളറിൽ. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്ഥിരം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോസ് വല്ലതും കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ മഞ്ഞ കളറായിട്ട് ഡോട്ട്സ് ഉണ്ടാവും, ഒരു ബ്രൗണിഷ് ഡോട്ട്സ്. അപ്പോൾ അതിന് നിങ്ങൾ ഫംഗിസൈഡ് അടിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. വെയിറ്റ് ചെയ്യരുത്. പിന്നെ കൂടുതലുണ്ടെങ്കിൽ അതിനെ മുറിച്ച് നശിപ്പിക്കുക. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ കണ്ടില്ലേ ഫ്രൂട്ട്സ് ഭരിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഫ്രൂട്ട്സ് എടുക്കുന്നത്. അപ്പോൾ പ്രാവശ്യം നിറയെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. നന്നായി ചെടിയിൽ നിന്ന് തന്നെ മൂത്തതുകൊണ്ട് നല്ല സ്വീറ്റായിരിക്കും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് അത് കണക്ക് കൂട്ടിയിട്ട് അവർ നേരത്തെ മൂത്ത ഉടനെ പാകാവുന്നതിന് മുമ്പ് തന്നെ വെട്ടിയിട്ട് അവർ കടകളിലേക്കൊക്കെ എത്തിക്കുമ്പോൾ കുറച്ച് ദിവസം നിൽക്കും അങ്ങനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും, കുറച്ച് കമ്മിയായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ചെടിയിൽ നിന്ന് തന്നെ മൂത്ത് പഴുത്തുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സ്ഥലമുള്ളവർ ചെടികൾ വയ്ക്കാൻ ശ്രമിക്കുക. ഡ്രമ്മിൽ വയ്ക്കാം, നിലത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെടികൾ വാങ്ങിച്ച് വയ്ക്കുക. എൻ്റെ അടുത്ത് നല്ല ഇതിൻ്റെ തന്നെ പ്ലാന്റ്സ് നിറയെ വേര് പിടിച്ചതുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. വിളിച്ചു കഴിഞ്ഞാൽ കൊറിയറായിട്ട് ഞാൻ അയച്ചു തരാൻ പറ്റും. ഓക്കെ, ഇത് ഈ പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള കായകളാണ്. നിറയെ കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്.
പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി, നല്ല ചൂട് സമയത്ത് നമുക്ക് ഈ ചെടികൾക്ക് ലേശം ഷെയ്ഡ് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ വരും. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് മുറിക്കുക. ഇപ്പം കഴിക്കുന്നവർ നിറയെ പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് മുറിച്ച് കഴിക്കാൻ അറിയാത്ത കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അറിയുന്നവർ ക്ഷമിക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് മുറിക്കുക, അതിൻ്റെ തൊലി എടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് എടുത്ത് കഴിക്കേണ്ടത്. ഓക്കെ, ഹാപ്പി ഗാർഡനിങ്.